ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ മലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള ഒരു തെയ്യം കാണാനാണ് കേട്ടോ പോകുന്നത്. പുതുക്കൈ മുച്ചിലോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഉത്തര മലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള തെയ്യങ്ങളിൽ വാണ്യ സമുദായക്കാരുടെ കുലവര ദൈവമാണ് മുച്ചിലോട്ട് ഭഗവതി. സമുദായ ഭേദമന്യേ ഉത്തര കേരളത്തിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയെ അതേ രൂപത്തിൽ കണിയാൽ ഭഗവതി എന്നും ചെറിയ രൂപവ്യത്യാസത്തിൽ ഇഴാല ഭഗവതി, മഞ്ഞാളമ്മ എന്നീ പേരുകളിലും ആരാധിച്ചു വരുന്നു. ഏറെ ലാവണ്യമുള്ള തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി. ഭഗവതിയുടെ മുഖമെഴുത്തിന് കുറ്റിശങ്കുപ്രാക്കും എന്നാണ് പറയുന്നത്. സ്വാത്വിക ആയതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല. സർവാലങ്കാരഭൂഷിതയായി സുന്ദരിയായി നവവധു പോലെയാണ് ഈ തെയ്യം. നിത്യകന്യകയായ ദേവിയുടെ താലി കെട്ടാണ് പെരുങ്കളിയാട്ടം. 12 വർഷം കൂടുമ്പോഴാണ് പെരുങ്കളിയാട്ടം നടത്തപ്പെടുന്നത്. അതുപോലെയുള്ള ഒരു പെരുങ്കളിയാട്ടത്തിലേക്കാണ് നമ്മളും എത്തിപ്പെട്ടത്. പോയപ്പോൾ തന്നെ 2 തെയ്യമാണ് നമ്മുടെ അവിടെ കണ്ടത്. അപ്പോൾ ദൈവത്തിനെ തൊഴുത് വണങ്ങി നമ്മൾ അവിടെ നിന്നും മടങ്ങി കേട്ടോ. അപ്പോൾ മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ രാത്രിയാണ് അതിൻ്റെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണ കന്യയായി ഭൂമിയിൽ ജനിച്ച ദേവി ചെറുപ്രായത്തിൽ തന്നെ അറിവ് കൊണ്ട് വിജയം നേടുകയും എന്നാൽ അതിൽ അസൂയയും കലിയും പൂണ്ട പുരുഷ മേധാവിത്വം അപവാദ പ്രചാരണം നടത്തി ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അപമാനഭാരത്താൽ അഗ്നിയിൽ സീതാദേവിയെപ്പോലെ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ ബ്രാഹ്മണ കന്യയാണ് മുച്ചിലോട്ട് ഭഗവതി. മുച്ചിലോട്ട് ഭഗവതിയെ മുച്ചിലോട്ട് തായി എന്നും മുച്ചിലോട്ട് ചീ എന്നും മുച്ചിലോട്ട് അമ്മയെന്നും മുച്ചിലോട്ട് പോതി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. മുച്ചിലോട്ട് ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ അവിടെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് അത്ഭുതകരമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.